നവീകരണം അതിരുകടന്ന് മാർത്തോമാ സഭ. നവീകരണത്തിന്റെ കൊടുങ്കാറ്റുമായി ഭാരത ക്രൈസ്തവ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത മാറ്റത്തിന്റെ കാഹളമൂതിയ മാർത്തോമാ സഭയുടെ ചരിത്രം അറിയാവുന്നവർക്കറിയാം, 3 കാലഘട്ടങ്ങളിലായാണ് മാർത്തോമാ സഭ വളർച്ചയുടെ പടവുകൾ താണ്ടിയത്. നവീകരണത്തിന് മുൻപുള്ള കാലം, നവീകരണ കാലഘട്ടം, നവീകരണത്തിന് ശേഷമുള്ള കാലം. മലങ്കര സഭയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പുന്നത്തറ മാർ ദീപന്നാസ്യോസിന്റെ നവീകരണ കമ്മിറ്റിയിലെ പ്രധാന അംഗങ്ങൾ ആയിരുന്ന പാലക്കുന്നത്ത് അബ്രഹാം മൽപ്പാനും കൈതയിൽ ഗീവർഗീസ് മൽപ്പാനും ഒരു പ്രത്യേക സഭയുണ്ടാക്കുന്നതിൽ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. സഭയ്ക്ക് അകത്തു തന്നെ നിന്നുകൊണ്ട് മലങ്കര സഭയെ നവീകരിക്കുന്നതിലായിരുന്നു അവർക്ക് താല്പര്യം. ഈ സംഘം ആംഗലേയ സുവിശേഷകരിൽ നിന്ന് ലഭിച്ച ആഗോള ദിശാബോധത്തിന് അനുസരണമായി 1836 അന്നത്തെ ബ്രിട്ടീഷ് പ്രസിഡന്റായിരുന്ന കേണൽ ഫ്രേസർക്ക് ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ മെമ്മോറാണ്ടം കൊണ്ട് ഫലമൊന്നും ഉണ്ടാകില്ല എന്ന് കണ്ട എബ്രഹാം മൽപ്പാൻ തന്റെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന മാരാമൺ പള്ളിയിൽ തന്നെ നവീകരണ ആശയങ്ങൾ നടപ്പിലാക്കുവാൻ നിശ്ചയിച്ചു. ആദ്യമായി അദ്ദേഹം സുറിയാനിയിൽ ചൊല്ലിക്കൊണ്ടിരുന്ന കുർബാനക്രമം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. വേദപുസ്തക അടിസ്ഥാനമില്ല എന്ന കാരണത്താൽ മരിച്ചവർക്ക് വേണ്ടിയും വിശുദ്ധന്മാരോടുമുള്ള പ്രാർത്ഥനകളും അദ്ദേഹം കുർബാനക്രമത്തിൽ നിന്ന് തന്നെ നീക്കം ചെയ്തു. ഈ പരിഷ്കരിച്ച കുർബാനക്രമം ഉപയോഗിച്ച് 1836 ഒരു ഞായറാഴ്ച മാരാമൺ പള്ളിയിൽ അദ്ദേഹം കുർബാന ചൊല്ലി. ഇത് മലങ്കര സഭയിലെ യാഥാസ്ഥിതിക നിലപാടിനെ ഏൽപ്പിച്ച ആദ്യത്തെ കനത്ത പ്രഹരമായിരുന്നു. പിന്നീട് അദ്ദേഹം മാരാമൺ പള്ളിയിൽ സ്ഥാപിച്ചിരുന്ന 1680കളിൽ യെരുശലേമിൽ നിന്ന് ഇന്ത്യയിൽ വന്ന എൽദോമാർ ബസേലിയോസിന്റെ മരപ്രതിമ എടുത്ത് പള്ളിക്കണത്തിലെറിഞ്ഞു. മുത്തപ്പൻ എന്ന് സ്നേഹത്തോടെ നാട്ടുകാർ വിളിച്ചുകൊണ്ടിരുന്ന ഈ വിശുദ്ധന്റെ പേരിൽ എല്ലാ വർഷവും നടത്തി വന്നിരുന്ന പെരുന്നാൾ കച്ചവടം വേണ്ടെന്ന് തന്നെ വെക്കുകയും ചെയ്തു. അങ്ങനെ മൽപ്പാന്റെ നേതൃത്വത്തിൽ നവീകരണത്തിന്റെ കാഠിന്യമേറി വന്നപ്പോൾ അന്നത്തെ മലങ്കര മെത്രാപ്പൊലീത്തയായിരുന്ന ചേപ്പാട് ഫിലിപ്പോസ് മാർ ദീവന്നാസ്യോസ് മൽപ്പാനെ സഭയിൽ നിന്ന് തന്നെ പുറത്താക്കി എന്നത് ചരിത്രം. നിർദോഷങ്ങളായ ആചാരങ്ങളും പാരമ്പര്യങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ ആദിമ ക്രിസ്തീയ സഭയുടെ ജീവിത വിശുദ്ധിയിലേക്കും പ്രവർത്തനങ്ങളിലേക്കുമുള്ള ഒരു മടങ്ങിപ്പോക്കിനുള്ള ശ്രമമായിരുന്നു അന്നത്തെ നവീകരണ പ്രസ്ഥാനം. ദൈവാനുഗ്രഹം കൊടുക്കുന്നതിനുള്ള ഹോൾസെയിൽ ഡീലർഷിപ്പ് പുരോഹിതന്മാർക്ക് മാത്രമാണ് അവകാശം എന്ന വിശ്വാസം തിരുത്തപ്പെട്ടു. ക്രിസ്തുവിന്റെ ഏകമാധ്യസ്ഥം, സാധാരണ സഭാജനങ്ങളുടെ പ്രാധാന്യം, എല്ലാ വിശ്വാസികളുടെയും വിശ്വാസപരമായ പട്ടത്വം എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുത്തു. എന്നാൽ ഇന്നലെ അഭിനവ പിതാവ് സോദോം വിഭാവത്താൽ നാറിയ ബിഷപ്പിനെ സഫർഗനാക്കുവാൻ വിശ്വാസികളെ ഊഞ്ഞാലാക്കി. നവീകരണ ആശയങ്ങൾ മനസ്സിലാക്കുകയും അതിനോട് ആഭിമുഖ്യം പുലർത്തുകയും ചെയ്യുന്ന ഒരു മെത്രാനില്ലെങ്കിൽ ഈ നവീകരണ പ്രസ്ഥാനങ്ങൾ മുന്നോട്ടു പോകില്ല എന്ന് അബ്രഹാം മൽപ്പാൻ മനസ്സിലായി. അന്ന് മദ്രാസിൽ പഠിക്കുകയായിരുന്ന തന്റെ ബന്ധുവായ മാത്യു ശമാസിനെ അദ്ദേഹം അന്ത്യോക്യൻ പാത്രിയാർക്കീസിന്റെ അടുത്തേക്ക് അയച്ചു. മൽപ്പാന്റെ കത്തുകളിലും ശമാസിന്റെ കഴിവിലും സ്വഭാവത്തിലും വിശ്വസിച്ച് പാത്രിയാർക്കീസ് അദ്ദേഹത്തെ ആദ്യം പുരോഹിതനായും പിന്നീട് മാത്യൂസ് മാർ അത്താന്യൂസോസ് എന്ന പേരിൽ മെത്രാപ്പൊലിത്തയായും വാഴിച്ചു. പാത്രിയാർക്കീസിൽ നിന്ന് ലഭിച്ച പുതിയ സ്ഥാനമാനങ്ങളുമായി മാത്യൂസ് മാർ അത്താന്യൂസോസ് 1843 കൊച്ചിയിലെത്തി. കൊച്ചിയിലെത്തിയ മാത്യൂസ് മാർ അത്താന്യൂസോസ് മെത്രാപ്പൊലിത്ത തിരുവനന്തപുരത്തേക്ക് പോയി രാജാവിനെ കണ്ട് തന്നെ മലങ്കര മെത്രാപ്പൊലിത്തായി ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള കൽപ്പന പുറപ്പെടുവിക്കണം എന്ന് അഭ്യർത്ഥിച്ചു. സ്വാഭാവികമായും അന്നത്തെ മലങ്കര മെത്രാപ്പൊലിത്തയായിരുന്ന ചേപ്പാട് ഫിലിപ്പോസ് മാർ ദീവന്നാസ്യോസ് ഇതിനെ ശക്തമായി എതിർത്തു. 2 മെത്രാപ്പൊലിത്തന്മാരും തമ്മിലുള്ള തർക്കം 10 കൊല്ലത്തോളം നീണ്ടുനിന്നു. ഈ സമയത്തോടടുത്ത് 1845 തന്റെ 49ാമത്തെ വയസ്സിൽ അബ്രഹാം മൽപ്പാൻ മരിച്ചു. 1852 രാജവിളംബരം മൂലം മാത്യൂസ് മാർ അത്താന്യൂസോസ് മലങ്കര മെത്രാപ്പൊലിത്ത സ്ഥാനത്ത് സ്ഥിരീകരിക്കപ്പെട്ടു. രാജാവിന്റെ അംഗീകാരം കിട്ടിയതോടെ മെത്രാപ്പൊലിത്ത കൂടുതൽ പ്രവർത്തനനിരതനാകുകയും നവീകരണ പ്രസ്ഥാനങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്തു. മാത്യൂസ് മാർ അത്താന്യൂസോസിനെ മലങ്കര മെത്രാപ്പൊലിത്തയായി പ്രഖ്യാപിച്ചതിനാൽ പഴയ സെമിനാരി എന്നറിയപ്പെടുന്ന കോട്ടയത്തെ സുറിയാനി സെമിനാരി നവീകരണ വിഭാഗത്തിന്റെ അധീനതയിലായിത്തീർന്നു. മാത്യൂസ് മാർ അത്താന്യൂസോസ് 1868 അബ്രഹാം മൽപ്പാന്റെ പുത്രനെ തോമസ് മാർ അത്താന്യൂസോസ് എന്ന പേരിൽ മെത്രാനായി വാഴിച്ചു. സംഭവബഹുലമായ പല നടപടികൾക്ക് ശേഷം അന്ത്യോക്യൻ പാത്രിയാർക്കീസ് 1875 കേരളത്തിലെത്തുകയും മുളന്തുരുത്തിയിൽ ഒരു സുന്നകദോസ് വിളിച്ചു കൂട്ടുകയും ചെയ്തു. സുന്നകദോസ് മലങ്കര സഭയെ 7 ഭദ്രാസനങ്ങളായി വിഭജിക്കുകയും മാത്യൂസ് മാർ അത്താന്യൂസോസിനെയും അദ്ദേഹത്തോട് കൂറു പുലർത്തുന്ന നവീകരണക്കാരെയും തള്ളിപ്പറയുകയും ചെയ്തു. അന്ത്യോക്യൻ പാത്രിയാർക്കീസിനെ അംഗീകരിക്കാമെങ്കിൽ തോമസ് മാർ അത്താന്യൂസോസിനെ മലങ്കര മെത്രാപ്പൊലിത്തയായി അംഗീകരിക്കാം എന്നൊരു നിർദ്ദേശവും വന്നുവെങ്കിലും അദ്ദേഹം അതിനോട് യോജിച്ചില്ല. ആരാധനാക്രമങ്ങൾ പരിഷ്കരിക്കുന്നതിലും മലങ്കര സഭയിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങളും നിർത്തലാക്കുന്നതിലും ഒക്കെ നവീകരണക്കാർ വിജയിച്ചു എങ്കിലും അവർക്ക് അതിന് കനത്ത വില കൊടുക്കേണ്ടി വന്നു.
കേസ് നടത്തിക്കൊണ്ടുപോകുന്നതിനുണ്ടായ ഭാരിച്ച ചെലവും കേസിൽ തോറ്റതുമൂലമുണ്ടായ വിഷമവുമായിരുന്നു മലങ്കര സഭയെ നവീകരിക്കുവാൻ പുറപ്പെട്ട നവീകരണക്കാരുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലമായി കിട്ടിയത്. കേസിലുണ്ടായ തോൽവി മൂലം തോമസ് മാർ അത്താനോസ്യൂസിന് മലങ്കര സഭയുടെ ആസ്ഥാനമായി കരുതിയിരുന്ന കോട്ടയം സുറിയാനി സെമിനാരി വിട്ടിറങ്ങേണ്ടി വന്നു. എല്ലാം നഷ്ടപ്പെട്ടവരായി ദുഃഖത്തോടെ നവീകരണക്കാർ സുറിയാനി സെമിനാരിയും വിട്ടിറങ്ങി. അവർ വേറെ ഒരു പുതിയ സഭ രൂപീകരിക്കുവാൻ അങ്ങനെ തീരുമാനിച്ചു. അതിനുശേഷം പള്ളികളുടെ ഉടമസ്ഥതയെ ചൊല്ലി വീണ്ടും തർക്കമുടലെടുത്തു. നവീകരണക്കാർക്ക് കോടതി വിധിയിലൂടെ മാരാമൺ, കോഴഞ്ചേരി എന്നീ പള്ളികളും തർക്കം കൂടാതെ കൊട്ടാരക്കര പള്ളിയും ലഭിച്ചു. 5 പള്ളികളിൽ 2 കൂട്ടർക്കും ഇടവിട്ട ഞായറാഴ്ചകളിൽ ആരാധന നടത്തുവാൻ അനുമതി കൊടുക്കുകയും ചെയ്തു. ബാക്കിയെല്ലാം നഷ്ടപ്പെട്ട നവീകരണക്കാർ ചെറിയ ഷെഡുകൾ നിർമ്മിച്ച് അതിൽ ആരാധന നടത്തി. സത്യത്തിൽ ഭൗതികമായി നേരിട്ട ഈ വമ്പൻ തോൽവി നവീകരണക്കാർക്ക് വിശ്വാസപരമായി ഒരു നവചൈതന്യം സമ്മാനിച്ചു. തങ്ങൾക്ക് കൂടി പാരമ്പര്യമായി അവകാശപ്പെട്ട ചിലതെല്ലാം നഷ്ടപ്പെട്ടുവെങ്കിലും ഈ അവസരം ദൈവശക്തിയിലെല്ലാം അർപ്പിക്കുവാനുമുള്ള അവസരമായി സഭാജനങ്ങളും പുരോഹിതന്മാരും ഉപയോഗിച്ചു. ഈ സമയത്ത് സഭ ആത്മീയമായി അതിന്റെ ഔന്നത്യങ്ങളിലായിരുന്നു. തോമസ് മാർ അത്താനോസ്യോസ് തന്റെ പിൻഗാമിയെ വാഴിക്കാതെ 1893 കാലം ചെയ്തു. ഈ സമയത്ത് നവീകരണക്കാരുടെ രക്ഷയ്ക്ക് തൊഴിയൂർ സഭയുടെ ബിഷപ്പായ ഗീവർഗീസ് മാർ കൂറിലോസ് എത്തി. അദ്ദേഹം തോമസ് മാർ അത്താനോസ്യോസിന്റെ ഇളയ സഹോദരനെ ടൈറ്റസ് ഒന്നാമൻ അഥവാ തീത്തുസ് പ്രഥമൻ എന്ന പേരിൽ മെത്രാപ്പൊലിത്തയായി വാഴിച്ചു. ഇത് നവീകരണത്തിന്റെ വരവ് അറിയിച്ചുകൊണ്ടുള്ള ശരിയായ ദിശയിലുള്ള ഒരു പുതുയാത്രയായി. അദ്ദേഹത്തിന്റെ സമയത്താണ് 1896 പ്രശസ്തമായ മാരമൺ കൺവെൻഷൻ തുടക്കം കുറിച്ചത്. നവീകരണ കാലഘട്ടത്തിന് ശേഷം സഭയുടെ ആദിമപിതാക്കന്മാർക്ക് സഭയെ ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർത്തിക്കൊണ്ടുവരേണ്ടി വന്നു. ആത്മീയമായി നേടിയ വളർച്ച മറ്റ് നഷ്ടങ്ങളെക്കുറിച്ച് മറക്കുവാൻ അവരെ സഹായിച്ചു. 1909 തീത്തൂസ് പ്രഥമനെ തുടർന്ന് തീത്തൂസ് ദ്വിതീയൻ മെത്രാപ്പൊലിത്തയായി സ്ഥാനമേറ്റു. ഇദ്ദേഹത്തിന്റെ കാലത്താണ് നവീകരണക്കാർ മാർത്തോമാ സുറിയാനി സഭ എന്ന പേര് സ്വീകരിച്ചത്. 1927 നവീകരണ ദൈവശാസ്ത്ര പ്രകാരം കുർബാനക്രമവും മറ്റ് സഭാസംബന്ധിയായ പുസ്തകങ്ങളും സഭാജനങ്ങൾക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി പുറത്തിറക്കി. 1944 തീത്തൂസ് ദ്വിതീയൻ കാലം ചെയ്തപ്പോൾ എബ്രഹാം മാർത്തോമയും അദ്ദേഹത്തെ തുടർന്ന് 1947 യൂഹാനോൻ മാർത്തോമയും മെത്രാപ്പൊലിത്തയായി സ്ഥാനമേറ്റു. 1961 ദൈവശാസ്ത്രപരമായും പാരമ്പര്യമായുമുള്ള ചില വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതയുള്ളതിനാൽ സഭാംഗമായ കെ.എൻ. ദാനിയലിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം മാർത്തോമാ സഭയിൽ നിന്ന് വിഘടിച്ചു പോയി സെയിന്റ് തോമസ് ഇവാഞ്ചലിക്കൽ സഭ എന്ന പേരിൽ ഒരു പുതിയ സഭ രൂപീകരിച്ചു. യൂഹാനോൻ മാർത്തോമയുടെ കാലത്ത് സഭ ഭൗതികമായി വളരെയേറെ വളർച്ച നേടി. യൂഹാനോൻ മാർത്തോമയെ തുടർന്ന് 1976 അലക്സാണ്ടർ മാർത്തോമയും 1999 ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമയും തുടർന്ന് 2007 ജോസഫ് മാർത്തോമയും മാർത്തോമാ സഭയെ നയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ തിയോഡോഷ്യസ് മാർത്തോമയാണ് മലങ്കര മാർത്തോമാ സുറിയാനി സഭയെ നയിക്കുന്നത്. AD 52 മുതൽ പൈതൃകമുള്ള ഈ സഭ നാളെ ചരിത്രപരമായ ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുവാൻ പോവുകയാണ്. നാളെ സഭയുടെ പരമാധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന സഫർഗൻ മെത്രാപ്പൊലിത്തയുടെ സ്ഥാനാരോഹണമാണ്. സഭയുടെ പരമോന്നത പദവിയിലേക്ക് തിരഞ്ഞെടുത്ത സഫർഗന്മാരിൽ ഒരുവൻ ആരാണെന്ന് നോക്കുക. തന്നെ പ്രകൃതി വിരുദ്ധ പീഡനം നടത്തി എന്ന് കാണിച്ച് മാർത്തോമാ സഭാ വിശ്വാസിയായ ഒരു യുവാവ് കോടതിയിൽ കേസ് നൽകിയപ്പോൾ ജോസഫ് മാർത്തോമ ഇടപെട്ട് കത്ത് നൽകി കേസിൽ നിന്നും രക്ഷപ്പെടുത്തിയയാൾ. സഭയിലെ സീനിയർ വൈദികനായ ഫിലിപ്പ് ഡാർലി എന്ന വൈദികൻ പറയുന്നത് ഇദ്ദേഹം വൈദികരെയും അവരുടെ മക്കളെയും വിശ്വാസികളെയും അടക്കം 50-ൽ പരം പേരെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ്. ഓർക്കുക, ഇദ്ദേഹത്തിന്റെ പീഡനത്തിനിരയായ യുവാവ് സഭാസ്നേഹമോർത്ത് കോടതിയിലെ താൻ നൽകിയ കേസ് പിൻവലിച്ചു. ഇപ്പോൾ ഭാര്യയായാലും മക്കളാലും ഉപേക്ഷിക്കപ്പെട്ട് കണ്ണീരോടെ ആശ്രിതനായി എറണാകുളത്തുണ്ട്. കോടതി ബിഷപ്പിനെ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളതാണിത്. ഇദ്ദേഹത്തിന്റെ ദാനമാണ് ഈ സഫർഗൻ സ്ഥാനം എന്നോർക്കുക. യഹോവയെ ഏറ്റവും വെറുത്തത് സോദോമി പാപമാണ്. സോദോമും ഗോമോറയെയും അഗ്നിയും ഗന്ധകവും ഇറക്കി യഹോവയാം ദൈവം നശിപ്പിച്ചു എന്ന് വിശുദ്ധ മദ്ബഹയിൽ നിന്ന് വിശ്വാസികളെ വായിച്ചു കേൾപ്പിക്കുകയും അതിനുശേഷം വിശ്വാസിയുടെ സിബഴിക്കുകയും ചെയ്ത മഹാനെ തിടുക്കപ്പെട്ട് രാജ്ഞിരാമാനം സഭയുടെ സഫർഗനായി വാഴിക്കുന്നു. ഈ സഭയെ ഇനി എന്ത് വിളിക്കും എന്ന വിശ്വാസിയുടെ ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഈ ബിഷപ്പിന്റെ പേരിൽ ഈ സഭ ഇനി അറിയപ്പെടുമെന്ന അപമാനം സഹിക്കാനാവാതെ താൻ ജനിച്ചു വളർന്ന ഈ സഭ ഉപേക്ഷിക്കുവാൻ പോകുന്ന ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ സഭയുടെ എല്ലാ ഉന്നത കേന്ദ്രങ്ങളിലും നീതിക്കായി കേണ ആൻസൺ തോമസ് എന്ന വിശ്വാസിയുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കുക. I am so broken by what I have heard and read regarding the elevation of 2 bishops in the Marthoma Church. I had hoped that there would be some change in the leadership, but then I see
Today, as it is written in the Bible, in the end times, I see Satan ruling this church and the leadership. And that is the reason that today, instead of taking some action or at least keeping quiet, this Marthoma Metropolitan has gone ahead in elevating this Kurlos. And that too in what a sly manner. I have worked among the pimps and the brothel keepers for the last 30 years. And even those guys who are in the street, I should tell you, they are genuine. They do their work openly. And I really know that, whatever they are doing, they do it without hiding. But here is this Marthoma Metropolitan in the garb of the Metropolitan, encouraging such type of a behavior, a gay behavior, a sodomy. In the Bible, it's very clearly said about sodomy. It's not just gay, it's a sodomite who has raped so many youngsters, including priest, son, seminary student, his employee, priest who was there, who went for his blessing. You must have also heard about what Daliachin said, a senior priest of the church. Despite all these allegations, this Marthoma Metropolitan, he is least concerned about the church. He was interested in his post and position. He could achieve that. And today, he is getting guys like this Kurlos, who's a rapist, as a suffragan, and tomorrow, maybe the Metropolitan of the church. What testimony is this? Because our church had a real testimony of people like Abraham Malpan and so many others like Yohanan Marthoma, Alexander Marthoma. And is this the Metropolitan a testimony, or is he a curse to the church? Yesterday, what he has done has marked the end of the beginning of Marthoma Church. And tomorrow, what I see is not the elevation. Tomorrow, I see is the funeral ceremony of the Marthoma Church. And how can I continue in this church when this church is a dead church? The Bible says you're alive but dead, and that is what happened to this Marthoma Church. And I definitely cannot continue in this Marthoma Church with such type of a leadership, and where this church has already become a gay church. So I will, as soon as possible, give my resignation from this church and would not like to continue under this gay leadership and this gay church. So with a heart broken, right from my childhood, I was born and brought up in this church, and wherever I went and preached, and when people ask me, which church are you from? I used to proudly say, I am from the Marthoma Church. Today, I feel so disgraced with a heavy heart. I have to say, I am no longer a Marthoma member because of people like Mar Theodosius. I don't feel like calling him Mar because Mar means sin. There is so much of meaning in that word. He has really ruined this church. I had a lot of expectation, and that all expectation has gone to the bin. I feel the people in the streets are much better. I have seen that despite they were pimps and prostitutes and brothel keepers, many of them have changed. When I've interacted, when I've shared, they have changed. But this guy wearing the crown, the gown, and all these cap, he is a mockery for the church before the whole world. With heavy heart, I have to say this. I feel so sorry. And I do not know how people can continue in this church, which is a gay church. Thank you very much. അല്ലയോ മൂഢന്മാരായ ക്രിസ്തുവിന്റെ സഭയുടെ നാശത്തിന് അധ്യക്ഷത വഹിക്കുന്നവരെ, നിങ്ങൾ വിശ്വാസികളെ വഞ്ചിച്ചും രാജ്യത്തിന്റെ കോടതിയുടെ കണ്ണുവെട്ടിച്ചും സോദോമ പാപം നിമിത്തം മലിനമായവനെ അത്യുന്നതങ്ങളിൽ ഇരുത്തുന്നു. നാറുന്ന മേനിയെ തിരുമേനി എന്ന് വിളിക്കുന്നു. എന്നാൽ വചനം പറയുന്നു, ഞാൻ നിങ്ങളുടെ സന്തതികളെ ശാസിക്കും, നിങ്ങളുടെ ബലിമൃഗങ്ങളുടെ ചാണകം നിങ്ങളുടെ മുഖത്ത് തേക്കും, എന്റെ സന്നിധിയിൽ നിന്ന്
നിങ്ങളെ ഞാൻ നിഷ്കാസനം ചെയ്യും. സഭയുടെ അടിവേരർക്കുന്ന സഭാധ്യക്ഷന്മാരെ യഹോവ നിങ്ങളോട് വീണ്ടും അരുളി ചെയ്യുന്നു. അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് പ്രവാചകന്മാരെ കുറിച്ച് അരുളി ചെയ്യുന്നു, അവരെ ഞാൻ കാഞ്ഞിരം തീറ്റും, അവരെ ഞാൻ വിഷം കുടിപ്പിക്കും. എന്തെന്നാൽ ജെറുസലേമിലെ പ്രവാചകന്മാരിൽ നിന്ന് ദേശം മുഴുവൻ അധർമ്മം പരന്നിരിക്കുന്നു. I2I News, an eye for truth.